ഹലോ ഫ്രണ്ട്സ്, ബക്കർ പട്ടാമ്പി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ വെള്ളത്തിലൂടെയുള്ള കപ്പൽ യാത്രയും ബോട്ട് യാത്രയിലൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ കാരണന്മാരെ കൂട്ടിയിട്ട് സ്നേഹയാത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യാത്ര ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ അത് എത്തിയിട്ടുള്ളത് മറൈൻ ഡ്രൈവ്, കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. നമ്മളെ കാരണന്മാരൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്ത്. അപ്പം നമ്മൾ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ട് 40 ആളുകളോളം ഉള്ള ഒരു യാത്രയാണിത്. അപ്പോൾ നമുക്കിനി ഈ കടലിലൂടെയുള്ള യാത്രയും അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചെയ്യുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, മറ്റുള്ള ഇതിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓക്കെ ബൈ. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങാനിരിക്കുകയാണ്. നല്ല കട്ടക്ക് സപ്പോർട്ടായി ഇരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. നല്ല കട്ട വെയിറ്റിങ്ങില്ല കേട്ടോ. നമ്മളെ ജമാല്, ഷാഫി, മുബഷിർ, കാരണന്മാരൊക്കെ കേട്ടോ. നല്ല ഹാപ്പിയിലാണ് എല്ലാവരും, നല്ല ഹാപ്പിയിലാണ് കേട്ടോ. വള്ളത്തിലെ യാത്ര വളരെ മനോഹരമായിരിക്കുമെന്ന് മാത്രമുള്ള കാഴ്ചപ്പാടുകളാണ്. വർത്താനോ നല്ല സുഖം. യാത്ര ഒന്ന് ആസ്വദിക്കട്ടോ. അതിർമാനക്ക പറഞ്ഞോളി. അടിപൊളി യാത്ര. ഓക്കെ. ഇത് നമ്മളെ ഇതിന്റെ മെയിൻ ആളാണിത്, ഇതിന്റെ കോർഡിനേറ്ററാണ്. നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് നമ്മളെ യാത്ര, നമ്മളെ ഈ കടൽ തീരത്തിലൂടെയുള്ള ആ ഒരു യാത്ര ഒന്ന് പറഞ്ഞാണി. വളരെ നല്ല യാത്രയാണ്. നമ്മുടെ കൂടെ വന്ന ആളുകൾക്കൊക്കെ വളരെ സന്തോഷം. അവർക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു നമുക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു പിന്നെ അവസരമാണ് ഇത്. കാരണം ഒരു സംഘടന, ഒരു പാർട്ടി എന്നൊക്കെ രൂപത്തിൽ നമ്മൾ പല ആളുകളും പല വൈവിധ്യമായ പരിപാടികളും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് ഇവരെ കൊണ്ട് എല്ലാവർക്കും ഇത്രയും നമ്മുടെ കാരണവന്മാരായ ആളുകളെ കൊണ്ടൊക്കെ ഒരു വിപുലമായ ടൂർ പദ്ധതിയാണ് സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ നമ്മളിപ്പോ മറൈൻ ഡ്രൈവിലാണുള്ളത്. ഇനി ഇവരായിട്ട് എങ്ങോട്ടേലും നമ്മൾ പോകുന്നുണ്ടോ? ഇപ്പൊ നമ്മള് രാവിലെ ചേരമാൻ പള്ളി, ചേരമാൻ പള്ളി അവിടെ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പിന്നെ പോകുന്നില്ല. പിന്നെ അപ്പൊ തന്നെ നമ്മൾ സമയം കഴിയല്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് വേറെ ട്രിപ്പ് നമുക്ക് പിന്നീട് ടൈമിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇവരെ കൊണ്ടല്ല അടുത്ത ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്ത്രീകളായ പിന്നെ നമ്മുടെ സഹോദരിമാർക്കാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ യാത്ര പിന്നെ ചാനലിലൂടെ അല്ല നമ്മുടെയൊക്കെ വാട്സാപ്പിലൂടെ ഒക്കെ കണ്ട് അവരൊക്കെ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇൻഷാല്ലാ അടുത്ത യാത്ര ഞങ്ങള് റമദാനിന് മുമ്പ് തന്നെ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ യൂസുഫ് അലി, ലുലു യൂസുഫ് അലിന്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ കേട്ടോ. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, യൂസുഫ് അലിയുടെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. നമ്മൾ ഈ കടലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ അതൊക്കെ കാണുമ്പോഴേ നല്ലൊരു വൈബ് നമുക്ക് തോന്നുന്നുണ്ട്. ഈ വീടാണോ അല്ലേ? അപ്പൊ ഗൈസ്, ഈ വീട് നമ്മളെ ദിലീപിന്റെ മൈ ബോസ് എന്ന സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തതാ ഭാഗമായിരുന്നത്രേ. അതുപോലെ തന്നെ വെള്ളിത്തിരെ അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം ഷൂട്ട് ഇപ്പൊ നിലവിൽ ഇത് റിസോർട്ടാണ് കാണാൻ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നല്ല കാഴ്ചകളാണ് അതൊക്കെ കാണാൻ നമുക്ക് പറ്റുന്നത്. ഇനി നമ്മളിവിടെ ഓരോരുത്തർ പറയാണ്. പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞോളൂ.
പറയാനുള്ളതൊക്കെ പറഞ്ഞോളി. ഇത് നിങ്ങളെ ഓരോ സംസാരങ്ങളും ആളുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പറഞ്ഞോ മാമൊക്കെ പറഞ്ഞോളി. അപ്പോക്ക ഒരഭിപ്രായം പറഞ്ഞാണി. എന്താ ഈ യാത്ര കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോളി. വളരെ സന്തോഷമുള്ള യാത്ര. അപ്പൊ അബൂബക്കറിന്റെ അഭിപ്രായം ജീവിതത്തിൽ ഇതൊന്നും ആസ്വദിക്കാതെ ഒരാൾ മുന്നോട്ട് പോകരുത്. എല്ലാവരും ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാണ് അബൂബക്കറിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇതാ പറഞ്ഞോളി വാപ്പു, നമ്മളെ വാപ്പു നമ്മളെ സ്വന്താണ്. അപ്പൊ പറയും നമ്മൾ ഇതുവരെ നമ്മളോട് ഒരു അഭിപ്രായം പറയാത്ത ആളാണ് നമ്മളെ ഷറഫുട്ടി കാക്ക. ഷറഫുട്ടി കാക്ക എന്താ നിങ്ങളെ അഭിപ്രായം? ഷറഫുട്ടി കാക്ക പറയും. അല്ല കുഴപ്പമില്ല ഷറഫുട്ടി അല്ല നിങ്ങൾ പറഞ്ഞോളി എന്താണ് അഭിപ്രായം? യാത്ര എങ്ങനെയുണ്ട്? അനിഫാക്ക എന്താ പറയാ? ആ കടൽ തീരത്തായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളി. അടിപൊളി ഒക്കെ പറയും. ഷറഫുട്ടിക്കാക്കാന്റെ ഒരു അഭിപ്രായം ഇഞ്ഞു ഇതേപോലെ അവസരം വേണം കാരണം ഷറഫുട്ടിക്കാക്ക ഓക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇഞ്ഞു സെറ്റ് ആക്കി തരും ഇൻഷാ അല്ലാഹ്. ഓക്കെ അതുപോലത്തെ ഭാവമൊക്കെ പറയും. സൂപ്പർ സൂപ്പറാണ്. ഏറ്റവും ഒരു അഭിപ്രായം പറയുന്നത് നമ്മൾ ദിവസം ഇങ്ങനെ ജോലിക്ക് പോയിട്ട് കാര്യമില്ല. അതേമാതിരിയൊക്കെ ഞാന് ഭാവനകമാര് ഒരു ദിവസം എൻജോയ് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മളോട് നമ്മളെ സെയിന് ഭാവക്കൊക്കെ പറയണത് എന്നും ജോലിക്ക് പോവാതെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുടുംബത്തോടൊപ്പം ഇതുപോലൊക്കെയുള്ള പരിപാടികളിൽ എൻജോയ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയൊരു പാടാണ്. കുഞ്ഞിപ്പ പറയും എന്താ അഭിപ്രായം? ഒന്നുമില്ലെങ്കിൽ ഓക്കെ. ഇതൊരു പ്രവാസിയാണ്, പ്രവാസി. ഇത് 3 ദിവസത്തിന്റെ ഇടവേളക്ക് വന്നാണ്. പക്ഷെ ഞങ്ങളൊക്കെ വളരെ സുന്ദരമായ യാത്രയായിരുന്നു. വളരെ നല്ലൊരു അനുഭവം. 3 ദിവസത്തിനാണ് നമ്മള് ഈ ഉമ്മർ സാഹിബ് എത്തിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ മൂപ്പര് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഒരു ദിവസം അങ്ങോട്ട് തരികയാണ് പറയുമ്പോ അത് ജീവിതത്തിൽ കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. വീണ്ടും അഭിപ്രായത്തിലേക്ക് വരാം. നമ്മളെ ഫൈസലാണ് പോണത്. പിന്നെ നമ്മളിപ്പോ മറൈൻ ഡ്രൈവിലാണുള്ളത്, ബോട്ടിങ്ങിലാണുള്ളത്. നമ്മളെ കാരണന്മാരായിട്ടൊക്കെ ബോട്ടിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഉഷാറായിട്ട് നമ്മൾ ബോട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം പറയും. വളരെ നല്ല അഭിപ്രായം, നല്ല യാത്രയായിരുന്നു. മറൈൻ ഡ്രൈവ് അടിപൊളി. ഇതുവരെ നമുക്ക് ഒരു ബൈറ്റ് തരാതെ ഒന്നും പറയാത്തത് നമ്മളെ മുഹമ്മദ് പറയും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എന്ന് ഞാൻ പറയുന്നു. ശരിയാണോ? ഒക്കെ സെറ്റാണ്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പൊ ഇത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണെങ്കിൽ ഉറപ്പിക്കാലോ. ഓക്കെ അടുത്തത് നമ്മളെ കുഞ്ഞുപ്പ. സൂപ്പർ യാത്ര, ഹാപ്പിനെസ് എന്നും ഇങ്ങനെ ആയിരിക്കട്ടെ. അപ്പൊ ജോലിക്കൊന്നും പോകണ്ട കാണോ പറയുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ പോകണ കാരണല്ലേ. അപ്പൊ കുഞ്ഞുപ്പക എന്നും അങ്ങനെ ആവാനാണ് ആഗ്രഹം. പക്ഷെ നമ്മളെ ജോലിക്കും പോയതിനിടയിൽ വിനോദങ്ങളും വേണം കാണത്തെ ആഗ്രഹിക്കും. കുഞ്ഞുപ്പാന്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായം ടെൻഷൻ ഇല്ലാത്തൊരു ദിവസം എന്ന് തന്നെ നമുക്ക് ഈ ദിവസത്തെ പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു. മോളുസ് എന്ത് നമ്മളെ ഈ ഒരു യാത്രയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയോ? അങ്ങനൊക്കെ പറഞ്ഞോ, ആ ഭാഷയിൽ പറയും. நெக்ஸ்ட் டைலாக் சொல்லிட்டா. நல்லா இருக்கு, எல்லா இடமும் நல்லா இருக்கு, எல்லா இடமும் பார்த்து நல்லா இருக்கு. பெஸ்ட் ஃபீலிங்கா இருக்கு, பெஸ்ட் ஃபீலிங்கா
super experience. ഓക്കെ താങ്ക് യു. സൂപ്പർ പറ ക്ലൈമറ്റ് വെരി ഗുഡ്. മനസ്സിലാവും കൊഞ്ചം சூப்பரா இருந்துச்சு. டிராவல் எல்லாம் நைஸ். Climate is very nice. We could enjoy a lot. ഓക്കെ താങ്ക് യു. അപ്പൊ ഗൈസ് നമ്മളിത് വല്ലാർപാടം കണ്ടെയ്നറിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണാത്തവർക്കൊരു കാഴ്ച തന്നെയാണ്. വല്ലാർപാടം കണ്ടെയ്നറിന്റെ തൊട്ട് അരികിലാണ് നമ്മളുടെ സ്നേഹയാത്ര എത്തിയിട്ടുള്ളത്. സാധനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചരക്കുകൾ ഇറക്കുന്നു. കപ്പലിൽ സാധനം വന്നിരിക്കണ കപ്പലാണ് ഇവിടെ തൊട്ട് താഴെ ഉള്ളത്. അപ്പൊ ഗൈസ് നമ്മളെ ബോട്ടിന്റെ രണ്ട് വശങ്ങളിലുള്ള ആളുകൾ അവിടെ തന്നെ ഇരിക്കുക. തിരിച്ചു വരുമ്പോ വല്ലാർപാടം നമുക്ക് കാണാം. എല്ലാവർക്കും ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകട സാധ്യതയുണ്ട്. അത് പ്രത്യേകം നമ്മുടെ സ്നേഹയാത്രയിലുള്ള നമ്മുടെ ആളുകളൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഹപാഠികളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുക. വല്ലാർപാടം ചരക്കൊക്കെ ഇറക്കുന്ന കണ്ടെയ്നറൊക്കെ ഇറക്കുന്ന സ്ഥലമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതാ കപ്പൽ സാധനം വന്ന് നിൽക്കുകയാണ്. കപ്പലാണിത്. ഇതിൽ കണ്ടെയ്നർ സാധനം എത്തിയിട്ടുണ്ട്. ഇതിലിപ്പോ സാധനം ഇറക്കണില്ലേ? ആ, ചരക്ക് എത്തിയിട്ടുണ്ട്. മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇതിവിടെ ചെറിയ കപ്പലാണ് അവര് പറഞ്ഞത്. ഇതിലേറെ വലിയ കപ്പലാ വരിക. ഈ കപ്പലിന്റെ ഏകദേശം നീളം നോക്കിയ നിങ്ങള് കണ്ടോ? ഇത് ഇവിടുത്തെ ചെറിയ കപ്പലാണ് ഇവിടുത്തെ ഗൈഡ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിന്റെ വലിയ കപ്പലിന് നീളം എത്രത്തോളം വലിപ്പമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇതട്ടോ ലോറി വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ലോറിയാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ലോറിയിൽ സാധനം കയറ്റി പോവാണ്. ഈ കപ്പലിൽ വന്ന സാധനങ്ങളാണ് അതിലെടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ ഭാഗത്തുമ്പോ നമ്മൾ വോയിസിൽ ഇങ്ങനെ വരാനുള്ളൂ. ഇപ്പൊ ഇതാ നെക്സ്റ്റ് കപ്പലാണത്. ഏകദേശം നമ്മൾ ആദ്യം കണ്ട കപ്പലിന്റെ അതേ നീളം, അതേ ഹൈറ്റ്, അതേ വീതിയൊക്കെ വരുന്ന അതേ ഒരു മോഡൽ കപ്പലാണ് രണ്ടാമത്തെ കപ്പലും. അത് ലേശം കണ്ടെയ്നർ കുറച്ച് അധികം ഉണ്ട്. ഇതിന്റെ മുകളിലോട്ടൊരു കാഴ്ച കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇത് പോകുന്നത്, അത് ചരക്ക് നമ്മളെ ഓരോ കണ്ടെയ്നർ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അതാണ് ആ കാണുന്ന കാഴ്ച. അതാ വേറെ വരുന്നു കണ്ടോ. ഒരു വശത്തുനിന്ന് ഇതാ ഒരു കണ്ടെയ്നർ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. മറ്റൊന്ന് അതിന്റെ തൊട്ടടുത്ത് വന്ന് ഇതാ പൊക്കാൻ വേണ്ടി ഇതാ കൊളത്തി വെക്കുന്നു.
കൊളത്തി വെച്ചതാ ഏകദേശം അവർ കറക്റ്റ് ആക്കി നിർത്തി. ഇനി വളരെ സിമ്പിൾ ആയിട്ടോ, ആരും വരേണ്ട ആവശ്യം കൂടി ഇല്ല, ഒക്കെ അവിടെ തന്നെ സെറ്റ് ആക്കിയതാ. ഓ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് പോണത്, കണ്ടില്ലേ? എടുത്ത് കൊണ്ടുപോകണതും കണ്ടു. ഇപ്പൊ നമ്മൾ അത് ഓരോന്ന് എടുത്ത് വെച്ച് അത് ഘടിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകണമെന്നും കണ്ടു. നെക്സ്റ്റ് വരുന്നു. ഭയങ്കര സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കണത്. അതാ പിടിച്ചിട്ടോ, നേരെ അവിടെ കൊടുന്നിട്ട് വെക്കുന്നു, ഒറ്റടല്. വാവ്. അപ്പൊ ദാ വല്ലാർപാടം നമ്മളെ യാത്രയിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. വീണ്ടും അങ്ങോട്ട് പോയി കൊണ്ടേ ഇരിക്കുകയാണ്.